ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഗീ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കേക്കാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയൊക്കെ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയെടുക്കണം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന പഞ്ചസാരയാണ്. ഞാനിവിടെ മധുരത്തിന് വേണ്ടി ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെയ്യാണ്. ഇതൊരു ഗീ കേക്കാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നല്ല ശുദ്ധമായ പശുവിൻ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് നെയ്യാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന വാനില എസൻസ് ആണ്. അതിനൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും. ഇനി നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ച് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗീ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. വേണമെങ്കിൽ ഇത് ഓവനിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓവനിൽ വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നേരത്തെ തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 175 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാനിവിടെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 175 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റാണ് എനിക്ക് ഈ കേക്ക് ബേക്ക് ആകാൻ വേണ്ടി എടുത്തത്. ഈ ബേക്കിംഗ് ടൈം ഓരോ ഓവൻ അനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിനനുസരിച്ചും കുറച്ച് വ്യത്യാസമാകും. ഇത് കണ്ടോ, ഇപ്പോൾ സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ഈ കേക്ക്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.